ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് നമ്മുടെ NH-66 റോഡാണ്. NH-66 റോഡിൽ ശരാശരി ആഴ്ചയിൽ ഒരാളെങ്കിലും രാമനാട്ടുകരക്കും കുറ്റിപ്പുറത്തിന്റെ ഇടയിൽ വാഹന അപകടത്തിൽ മരിക്കുന്നുണ്ട്. ആ അപകടത്തിന്റെ മരണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ തട്ടുമുട്ടോ കുറഞ്ഞിട്ടുണ്ട്. കാരണം വൺ സൈഡിൽ കൂടി മാത്രമേ യാത്രയുള്ളൂ, തിരിച്ചു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ചെറിയ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ദിവസം തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു അപകടം നടന്നു. ഒരു അപകടം എന്ന് വെച്ചാൽ പുലർച്ചെ ലോറിയുടെ ടയർ കേട് വന്ന് റോഡിന്റെ സൈഡിൽ വെച്ച് ശരിയാക്കുന്ന സമയത്ത് വയനാട്ടിൽ വന്ന് 2 ചെറുപ്പക്കാര് മറ്റൊരു ലോറിയായിട്ട് വന്ന് ഒറ്റ ഇടിയടിച്ച് 2 പേര് തൽക്ഷണം മരണപ്പെട്ടു. ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ റോഡ് നന്നാകുമ്പോൾ നമ്മൾ പിടുത്തം വിട്ടു പോകുന്നത് കൊണ്ടാണ്. ഇത് ഒഴിവാക്കിയേ മതിയാവും. അപ്പൊ നിങ്ങൾ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയാൽ അറിയാം, ഞങ്ങളെ പരിശോധനയൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്നത് ആദ്യം റോഡ് നന്നാക്കി എന്നിട്ട് പരിശോധിക്കാമെന്നാ. ഞാൻ തിരിച്ചാ പറയുന്നത്, ഞങ്ങൾ ആദ്യം പരിശോധന നടത്തി നിങ്ങൾ നന്നാക്കിയതിന് ശേഷം, നിങ്ങളുടെ മനസ്സ് നന്നാക്കിയതിന് ശേഷം റോഡ് നന്നാക്കിയാൽ മതി എന്നാ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് വളരെയധികം ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. എന്നാൽ അതിനനുസരിച്ച് റോഡ് നന്നായി പോകണം. റോഡ് നന്നായി പോകാന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയുടെ പേര് തന്നെ മലപ്പുറം എന്നാ. മലപ്പുറം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? മലയും കുന്നും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, നമുക്ക് മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ റോഡ് എന്ന് പറയുന്നത് ഒരു ഡിസൈൻ റോഡ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡിസൈൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒരു റോഡ് വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അലൈൻമെന്റ് ഒക്കെ നോക്കി റെഡിയാക്കിയ റോഡില്ല. പിന്നെ എങ്ങനെ നമ്മുടെ റോഡ് ഉണ്ടായത്? പഴയ കാലത്ത് നാട്ടുപ്രമാണിമാരും ഊരുമപ്പന്മാരും ഒക്കെ നടന്നു പോയിരുന്ന വരമ്പുകളും ഇടവഴികളും ഒക്കെ ക്രമേണ പല പദ്ധതികളും വന്ന് വീതി കൂട്ടി അതിനെ പഞ്ചായത്ത് റോഡെന്നും, കുറച്ച് കഴിയുമ്പോൾ അതിനെ ജില്ലാ പഞ്ചായത്തിന്റെ റോഡായി, പിന്നെ PWD റോഡായി, പിന്നെ അതിന് സ്റ്റേറ്റ് ഹൈവേ ആയി, നാഷണൽ ഹൈവേ ആയി, ഇങ്ങനെ മാറിപ്പോവുകയാണ്. അല്ലാതെ ഡിസൈൻ ചെയ്ത റോഡില്ല. അപ്പൊ ഈ റോഡിലൊക്കെ വളവുകളും തിരിവുകളും സ്വാഭാവികമാണ്, യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വാഹനം ഓടിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ജീവിതത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ച ആൾക്കാരാണ്. ഒരു പണിയില്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. ഒരു പണിയില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. നമുക്ക് എല്ലാവർക്കും തിരക്കാണ്. ഒന്ന് ആലോചിച്ചോക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾ കുറച്ച് സമയം ഫ്രീ സമയം കിട്ടിയത് ഒന്ന് ആസ്വദിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് എങ്ങനെയാണ് 5ാമത്തെ ടോക്കൺ മറികടന്ന് 1ാമത് കയറാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. റോഡ് ലൈനായിട്ട് ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അതിനെ മറികടന്നുകൊണ്ട് വലത്തുകൂടെ കയറി എങ്ങനെയെങ്കിലും കുത്തിത്തിരിക്കാൻ പറ്റുമോ നമ്മൾ നോക്കും. ഒരു കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ തിരക്ക് വേണ്ട എന്ന് പറയുന്നത് ഒരു കാരണത്തിൽ മാത്രമേ ഉള്ളൂ, മരണം മാത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്റെ ആയുസ്സൊന്ന് നീട്ടിത്തരണേന്നാ. എനിക്ക് തിരക്കില്ല ആ കാര്യത്തില്, ബാക്കി എല്ലാ കാര്യത്തിലും തിരക്കാം. അതിന് മാത്രം തിരക്കില്ലാത്ത ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ റോട്ടിൽ ചവഞ്ഞറിഞ്ഞ് മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളൊന്ന് ഓർക്കണം. ഞാൻ മരണത്തിന്റെ കണക്കേ പറഞ്ഞിട്ടുള്ളൂ. പരിക്കേറ്റ് അംഗവൈകല്യം സംഭവിക്കുന്ന, ജീവിതത്തിൽ വികലാംഗരായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ജീവശവങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്ന സമയത്ത് മുട്ടിൽ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. വയനാട് മുട്ടിൽ സ്വദേശി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബന്ധുക്കളോട് വിവരം അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ഏതാണ്ട് 13 കൊല്ലത്തോളമായി അദ്ദേഹം അവിടെ ചികിത്സയിലാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചു ചോദിച്ചപ്പോ, മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് സൈഡിലെ സ്റ്റാൻഡ് തട്ടി എന്നുള്ള ധാരണയിൽ മോട്ടോർ സൈക്കിളിന്റെ ഇറങ്ങിപ്പോന്നപ്പോ മോട്ടോർ സൈക്കിളിൽ വീണപ്പോ അദ്ദേഹം ഇങ്ങനെ മലന്നടിച്ച് വീണു. ഈ തലയുടെ മണ്ട പുറകിൽ വന്ന് ഇടിച്ചതാ. അദ്ദേഹത്തിന് ജീവനുണ്ടെന്നുള്ള തെളിവ് നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ കണ്ണു തുറക്കുമെന്നും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമെന്നും മാത്രമാണ്. ശരീരത്തിന് അദ്ദേഹത്തിന് അനക്കാൻ പറ്റുന്നില്ല. കേൾവിയുണ്ട്, നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നുണ്ട്, കാഴ്ചയുണ്ട്, പക്ഷെ സംസാരശേഷിയില്ല. ശരീരത്തിൽ അനക്കാൻ പറ്റുന്നില്ല. തലച്ചോറിനേറ്റ പരിക്ക് മൂലം സംഭവിച്ചതാ. ഇങ്ങനെ പരിക്കേൽക്കുന്ന ലോകാരോഗ്യ സംഘടന കണക്ക് 500 ലക്ഷത്തോളം ആളുകൾ, ഇത്തരം ആളുകൾ ലോകത്തുണ്ട് എന്നുള്ള. അത് ഇന്ത്യയിലും മോശമല്ല, ഇന്ത്യയിലും അത്തരം പരിക്ക് പറ്റിയ ആളുകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ തലയുടെ സംരക്ഷണത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ തലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. തലച്ചോറിന്റെ സംരക്ഷണമാണ് നമുക്ക് പ്രാധാന്യം. ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളും മാറ്റിവെക്കുന്നത് സയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഹൃദയം മാറ്റിവെക്കുന്നുണ്ട്, കിഡ്നി മാറ്റിവെക്കുന്നുണ്ട്, ലിവർ മാറ്റിവെക്കുന്നുണ്ട്, ഇതൊക്കെ മാറ്റിവെക്കുന്നുണ്ട്. തലച്ചോറ് മാറ്റിവെക്കുന്നത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.
ഇനി കണ്ടുപിടിച്ചാൽ തന്നെ എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്റെ തലച്ചോറെടുത്ത് മറ്റൊരാൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാപ്പാന്ന് വിളിക്കുന്ന ആൾ മറ്റേ വിളിക്കാൻ തുടങ്ങും. മെമ്മറി കാർഡ് മാറ്റിപ്പോയതാ, മെമ്മറി കാർഡ് മാറിയാണ്. അപ്പോഴുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാൻ അറിയില്ല, ഇപ്പൊ പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ന്യൂറോ വാർഡ് ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കണം. ഈ തലക്കും നട്ടലിനുമേറ്റ പരിക്ക് കൊണ്ട് ജീവിതത്തിൽ മരണത്തിന് തുല്യ കിടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നല്ലതാണ്. സർക്കാരിന് നിങ്ങളാരും ഫൈന് കൊടുക്കരുത്, പിഴ കൊടുക്കരുത്. പിഴ കൊടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിയമം പാലിക്കണം. നിയമം പാലിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, പിഴയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയല്ല. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ നല്ല ആളുകളാണ്. ഇവിടെ എത്തും ഹെൽമെറ്റ് ധരിക്കാറുണ്ട്. ഏത് പരിശോധന നടക്കുന്നിടത്തും അവിടെ വെച്ച് ഹെൽമെറ്റ് ധരിക്കാറുണ്ട്. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്, ഇരുചക്ര വാഹനം നടക്കുന്നത് ദൂരയാത്രകളിലല്ല. ഞങ്ങളോട് പറയാനുള്ളത്, സാറേ ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇതാ എന്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് എന്റെ വീട്, പിന്നെ എന്തിനാ ഹെൽമെറ്റ് എന്നാ ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ നീട്ടി തരൂല. ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞിട്ടാ ഞങ്ങൾ ഫൈന് കൊടുക്കല്. അപ്പൊ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, പടച്ചോന്റെ വിധി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമോ? പറ്റുമോ? പടച്ചോന്റെ വിധി അങ്ങനെയാണെങ്കിൽ തടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. പക്ഷേ അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഒട്ടകത്തെ നിർത്തിയിട്ട് ഞാനിത് അള്ളാഹുവിന്റെ അടുത്ത് തവക്കുലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വാക്കി പോന്നു. അപ്പൊ റസൂല് പറഞ്ഞെന്തായാലും, ഒട്ടകത്തെ ആദ്യം കെട്ടിട്ടിട്ട് വാ, എന്നിട്ട് തവക്കൽത്ത് വലല്ലാന്ന് പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തിട്ട് വേണം പടച്ചോനോട്. ഈ ഒരു ചിന്താഗതി, വിധിയാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ ആശുപത്രി ഉണ്ടാവുമായിരുന്നോ? പനി പിടിച്ച ചികിത്സ തേടിയിട്ട് പനി പിടിച്ചിട്ടാണ് മരിക്കാനെന്ന് പടച്ചോൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചികിത്സിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ആശുപത്രിയുടെ നിലകളൊക്കെ ഇങ്ങനെ മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ചികിത്സ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആൾക്കാർ പോവാതിരിക്കുന്നുണ്ട്. എന്റെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ വിള ഉണ്ടാക്കി കഴിഞ്ഞാൽ വേലി കെട്ടണം. വേലി കെട്ടിയിട്ട് നിങ്ങൾ പടച്ചോനോട് പറഞ്ഞോളൂ, വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, സമയത്തിന് നനയ്ക്കുന്നുണ്ട്, വളമിട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് നല്ല വിളവ് തരണേ എന്ന് പടച്ചോനോട് പറയാം. അതാണ് വിധി എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ വിധി ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് പറഞ്ഞ് റോട്ടിലൂടെ പിടുത്തം വിട്ടു പോയി കഴിഞ്ഞാൽ വിധിയെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വിധിയെ നമ്മളാണ് ക്ഷണിച്ചു വരുത്തുന്നത്. വിധിയെ മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. അപ്പോഴേ ഇത്തരം അപകടങ്ങൾ നമ്മളെ അടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. വേഗത ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടില്? വേഗത ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും എത്താതിരിക്കുന്നേക്കാൾ നല്ലതാണ് അല്പം വൈകി എത്തുന്നത്. തീരെ എത്താതെ നമ്മളാണ് നിൽക്കുന്നതിനാട്ടി നല്ലത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, തിരൂരിൽ നിന്ന് കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ തിരൂരിൽ നിന്ന് മാവൂരിലേക്ക് യാത്ര പോയ 2 കുട്ടികൾ VK പടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. VK പടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടതിന് ശേഷം 2 കുട്ടികൾ, അതിവേഗതയിൽ പോയ വാഹനമാണ്, വാഹനത്തിന്റെ പുറകിലിരുന്ന ആളുകളാണ് മരണപ്പെട്ടത്, മുന്നിലിടിച്ചതല്ല. ഇടിച്ച് വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഡിവൈഡറിൽ ഇടിച്ച് തിരിഞ്ഞ് ബാക്ക് സൈഡിൽ പോയിട്ട് ഇടിച്ചിട്ടാണ് 2 കുട്ടികൾ അവിടെ മരണപ്പെട്ടത്. ഇങ്ങനെ എത്ര കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട്.